നമസ്കാരം. ഡാൻസ് ടീച്ചർ, ബ്യൂട്ടീഷ്യൻ കൂടാതെ ക്രാഫ്റ്റ് ട്രെയിനറും ഏവർക്കും കുക്കിംഗ് ക്രാഫ്റ്റിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ്. അത് നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കും, മുടി ഊരിപ്പോവും. ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഹെയറിൽ ഒരു ഹോട്ട് ഓയിൽ കൊടുക്കണം, ഒരു ഹെയർ പാക്കും കൊടുക്കണം. അത് എന്നും നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പോകാൻ പറ്റാത്തവർക്കും പോകുന്നവർക്കും നമുക്ക് ഒരാഴ്ച ഒരു ദിവസം ചെയ്യാവുന്ന ഒരു പാക്കാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അതെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടെന്നുള്ളത്. ഹെയർ പാക്കിന് വേണ്ട സാധനങ്ങൾ: ഒരു ബനാന വേണം, 2 കോഴിമുട്ടയുടെ വൈറ്റ് ആണ് എടുക്കേണ്ടത്, യെല്ലോ എടുക്കത്തില്ല. പിന്നെ അലോവേര. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേ ഇതിനകത്തൊരു യെല്ലോ കളറിലെ ഒരു ദ്രാവകമുണ്ട്, അതൊരു പോയതിന് ശേഷമേ നമ്മൾ എടുക്കാവുള്ളൂ. ഇത് കട്ട് ചെയ്ത് എവിടെയെങ്കിലും വെളിയിലൊരു പേപ്പറിലോ എവിടെയെങ്കിലും വെച്ചിരുന്നിട്ട് ആ ദ്രാവകം പോയതിന് ശേഷം ഇതിനകത്തൊരു ജെല്ലുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്തൊരു വൈറ്റ് കളറിലെ ഒരു ജെല്ലുണ്ട്, അതാണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് തൈരാണ് വേണ്ടത്. ഇതിനകത്ത് 2 സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹോട്ട് ഓയിൽ, അത് ഞാനിവിടെ കാഴ്ചതാണ്, ഞാൻ പിന്നെ പറഞ്ഞത്. അപ്പം ഇത് ഇത്രയും നമ്മൾ എടുത്ത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരണം. അപ്പം ഞാൻ മുട്ടയുടെ വൈറ്റാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ട്, ഇച്ചിരി ഹെയർ കൂടുതലുള്ള മോളാണ്, ആ മോക്ക് വേണ്ടി ഇടാൻ എടുത്തതാണ്. ഇതൊരു 3 സ്പൂണ് തൈരും കൂടെ എടുക്കുകയാണ്. ഇതേപോലെ ഇരിക്കും ജെല്ല്. എല്ലാവരുടെയും വീട്ടിൽ കറ്റാർ വാഴ നട്ടോ പിടിപ്പിക്കണം. അപ്പം നമുക്കിതുപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ കറ്റാർ വാഴയുടെ ലീഫ് കൊണ്ട്. ഇതിനകത്തെ ജെല്ല് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാനിത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരട്ടെ. ഓക്കെ. അപ്പം നമ്മൾ ഹെയറിന് ഹോട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഈ എണ്ണ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എണ്ണയാണ്. അത് നമ്മൾ മസാജ് ചെയ്യുകയാണ്, ചെറു ചൂടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 3 പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് സോഫ്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. അങ്ങനെ ഇത് ഫുള്ള് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ റൂട്ടിൽ എണ്ണ തേച്ച് മസാജ് ചെയ്ത് വരണം. നമ്മൾ ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ടേ. ഇനിയുള്ളത് മസാജിങ് ആണ്. ഹെയർ സ്പാ എന്ന് പറയുന്നത് മസാജാണ് മെയിനായിട്ടുള്ളത്.
അപ്പം നമുക്ക് മസാജ് ചെയ്യാം. ഒരു 15 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യണം. ഈ മസാജിങ്ങിന് നമ്മൾ ഉറങ്ങിപ്പോകും കേട്ടോ. സുന്ദരമായ ഉറക്കം കിട്ടണമെങ്കിൽ ഇതുപോലെ തലയൊക്കെയാണ് മസാജ് ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ ഹോട്ട് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഈ തലയിലെ ഹെയറിലുള്ള ഡാൻഡ്രഫ് ഇളകണം. അപ്പം നമ്മൾ ആദ്യമേ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ കോമ്പ് വെച്ചിട്ട് ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടാൻ പാടില്ല. അപ്പം മുറിവുണ്ടാവും. ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴേ ഡാൻഡ്രഫ് ഇളക്കാൻ പാടില്ല. ഇനി വേണം നമ്മൾ ഡാൻഡ്രഫ് ഇളക്കേണ്ടത്. ഇപ്പം എണ്ണയൊക്കെ പുരട്ടി സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ കോമ്പ് വെച്ച് നമ്മൾ ഡാൻഡ്രഫിന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് മസാജ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് ഫുള്ള് നമ്മൾ മസാജ് ചെയ്ത് വരണം. ഇങ്ങനെ കോമ്പ് വെച്ച് നമ്മൾ ചുരണ്ടണം. അപ്പോൾ ഈ ഡാൻഡ്രഫ് എല്ലാം നന്നായിട്ട് ഇളകി വരും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്, മുറിവുണ്ടാവില്ല. എന്നിട്ട് സ്റ്റീം ചെയ്യണം. അപ്പോൾ ഫുള്ള് നമ്മളിങ്ങനെ ഈ ഡാൻഡ്രഫിന് ഇളക്കി വരും. അങ്ങനെ നമ്മൾ കോമ്പ് വെച്ച് നമ്മുടെ ഡാൻഡ്രഫ് എല്ലാം സോഫ്റ്റ് ആയിട്ടിരുന്നപ്പോൾ ഇളക്കി വിട്ടു. ഇനി നമ്മൾ വൈബ്രേറ്റർ വെച്ച് മസാജ് ചെയ്യണം. ഇതെന്തെന്ന് വെച്ചാൽ വൈബ്രേറ്റർ വെച്ച് മസാജ് ചെയ്യുമ്പോൾ രക്തയോട്ടം ഉണ്ടാക്കും, ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അപ്പം മുടിയൊക്കെ നല്ല തിക്നെസ് ആയിട്ട് വരികയും ചെയ്യും. അതിന് ഞാൻ വൈബ്രേറ്റർ കൊണ്ട് മസാജ് ചെയ്യണം. പിന്നെ ഫുള്ള് റൗണ്ട് നമ്മളിങ്ങനെ വൈബ്രേറ്റർ കൊണ്ട് മസാജ് ചെയ്ത് വരട്ടെ. അങ്ങനെ നമ്മൾ ഫുള്ളും വൈബ്രേറ്റർ കൊണ്ട് മസാജ് ചെയ്ത് ഇത് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റീം കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാജിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കൊരു ചെറിയ സ്റ്റീം കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം കൊടുക്കാം. സ്റ്റീം കൊടുക്കുമ്പോഴത്തേക്ക് ഹെയറിൻ്റെ റൂട്ടെല്ലാം ഒന്ന് വികസിക്കും. എന്നിട്ട് വേണം നമ്മൾ ഹെയർ പാക്ക് ഇടേണ്ടത്, അതായത് ഹെയർ സ്പാ. അപ്പം നന്നായിട്ട് ഹെയറിൻ്റെ റൂട്ടിലേക്കെല്ലാം അത് ചെല്ലുകയും ചെയ്യും. മുടി നല്ല തിക്നെസ് ആയിട്ട് വളരും, നല്ല ഹെൽത്തി ആയിട്ട് കിടക്കും, നല്ല സ്മൂത്തിങ് ആയിരിക്കും, ഗ്ലേസിങ് ആയിരിക്കും. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ സ്റ്റീം കഴിഞ്ഞു. ഈ സ്റ്റീം കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഹെയറിൻ്റെ റൂട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഹെയർ സ്പാ ചെയ്യുമ്പോഴത്തേക്ക് അത് റൂട്ടിലേക്കെല്ലാം നന്നായിട്ട് ചെല്ലും. അപ്പോൾ എന്താണ്, നമുക്ക് ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും, നല്ല സ്മൂത്തിങ് ആയിട്ട് കിടക്കും, നല്ല ഗ്ലേസിങ് ആയിരിക്കും. നമുക്ക് കണ്ടു നോക്കാം. ഇനി ഇത് നമ്മൾ ഹെയർ സ്പാ ചെയ്യാൻ പോവാണ്, ഹെയർ മാസ്ക്. അപ്പോൾ നമ്മളിപ്പം ഹെയർ പാക്ക് പ്രോട്ടീൻ പാക്ക് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു തണുപ്പായിരിക്കും എന്നറിയാമോ, നല്ല സുഖമാണ്. അങ്ങനെ ഇത് ഫുള്ള് മൊത്തം അപ്ലൈ ചെയ്ത് വരണം. മുടിയുടെ തുമ്പ് വരെ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്ത് വരട്ടെ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഹെയറിൻ്റെ അറ്റം വരെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. ഇതിനു ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് വരാം.
മുടി വാഷ് ചെയ്തിട്ടുണ്ട്, ഷാമ്പു ചെയ്തിട്ടില്ല. ആദ്യം ഫോട്ടോയിൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഹെയർ വാഷ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടില്ല. കാര്യം ഇത്രയും നമ്മൾ പിന്നെ പൊട്ടിയും പായ്ക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും. അതുകൊണ്ട് വാഷ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഡ്രയർ വെച്ച് ഉണക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ എല്ലാം വാഷ് ചെയ്തു, ഷാമ്പു ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഹെയർ സ്പാ ചെയ്തു. അങ്ങനെ എല്ലാവരും നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഹെയർ സ്പാ ചെയ്യുന്നത് നന്നായിരിക്കും. ഓരോ ഹോട്ട് ഓയിലും ചെയ്യണം. അപ്പോൾ ആ മുടി നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല സ്മൂത്തിങ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു ഹെയർ പായ്ക്ക് ചെയ്യുക. നല്ല പ്രോട്ടീൻ പായ്ക്കാണ്. അത് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചു പോകുക. നമ്മൾ പാർലറിൽ പോയി ചെയ്യുവാണെങ്കിൽ 1000 രൂപ മുതൽ മുകളിലോട്ട് കിടക്കും. പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ ചെയ്യാം. പോകുന്നവർക്കും പോകാൻ സമയമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹെയർ പായ്ക്കാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.